ഇന്നലത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഞാൻ പറയുന്നത് ഇന്നലെ രാവിലെ തുടങ്ങിയത് മുതൽ അനുമോൾ അന്വേഷിച്ച് നടന്ന ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് മെനഞ്ഞാന്ന് രാത്രി തുടങ്ങിയതാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാഞ്ഞത് ഇതെവിടെയാണെന്നും ഇതാരാണ് ശരിക്കും എടുത്തത് എന്ന് അറിഞ്ഞിട്ടും ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോ ആര്യനെ മാത്രമല്ല അപ്പാനിയും വളരെയധികം ചെറ്റത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ ഉള്ളത് പറയാം. അനുമോളുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ കരച്ചിൽ മാത്രമല്ല, ഒരു കൈ നീട്ടി ഒരെണ്ണം കൊടുത്താൽ പോലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം സ്ട്രെസ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം അവിടെ ഒരു പ്രഷർ അനുമോൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടു തുടങ്ങിയത് അനുമോൾ ആര്യൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും എല്ലാം വന്ന് പ്രശ്നം പറയുന്നതാണ്. അതായത് എൻ്റെ ആ ഒരു കിറ്റ് കാണുന്നില്ല എന്നാണ്. പലതവണയായിട്ട് അത് അനുമോൾ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ അവിടെ ഇവിടെയും പറയുകയും കൺഫെഷൻ റൂമിന്റെ മുന്നിൽ വന്ന് ആ ഒരു വാതിലിനോട് ചേർന്ന് കുറേ നേരം ചാരി നിന്നു. അപ്പോഴും നമ്മൾ കരുതി ബിഗ് ബോസ് അകത്തോട്ട് വിളിക്കുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അതും കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നൂറയെടുത്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യടി, ഒന്ന് പറ ബിഗ് ബോസിനോട്, എന്നെ ഒന്ന് കേൾക്കാൻ പറ എന്നൊക്കെ അങ്ങനെ നൂറ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ കരുതും ഈ അനുമോൾക്ക് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഒന്ന് സമാധാനപ്പെടുക, എന്തായാലും ക്യാമറ ഉള്ളതല്ലേ കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിച്ചൂടെ എന്ന്. പിന്നെ അനുമോള് നൂറയെടുത്തും ആദിലയെടുത്തും ശൈത്യയെടുത്തും ഒക്കെ പരാതി പറയുന്നുണ്ട്. ആരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കൊരു ആവശ്യം വരുമ്പോൾ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഒറ്റ കിറ്റ് കാണാത്തതിനാണല്ലോ എന്ന് നമ്മളും കരുതും. പിന്നെ ഷാനവാസുമായിട്ട് ചെറിയ ചെറിയ സംസാരങ്ങൾ അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആരും ചോദ്യം ചെയ്യുന്നില്ല. ആ അനുമോളുടെ ആ ഒരു ഭാഗത്തിന്റെ എല്ലാം കൂടെ ചേർന്നൊരു കിറ്റാണ്. അനുമോളുടെ ഒരു സംഭവം അവിടെ കാണാതെ പോയിട്ട് ആരും പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ല. പിന്നെ അവസാനം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അതൊക്കെ കളഞ്ഞു. പിന്നെ ജയിൽ ടാസ്കിലേക്ക് വരുന്ന ഒരു സമയത്തുണ്ട്. ഈ ജയിൽ ടാസ്കിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അനുമോളെ കോർണർ ചെയ്തിട്ട് റന ഫാത്തിമയുടെ സംസാരം, അക്ബറിന്റെ പാട്ടുകൾ, അപ്പാനിയുടെ ഓരോരോ കുത്തിയുള്ള വാക്കുകൾ, പിന്നെ രാത്രി ജയിലിനകത്ത് ഉള്ള ഒരു സംഭവം പറയാം. അതായത് അനുമോൾ ജയിലിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. ആര്യനും ജിസയിലും നെവിനും കൂടി എന്തൊക്കെയോ ആ ഒരു ബെഡ് പൊക്കിയതിന് ശേഷം ഒരു കൊച്ചു കിഴി, അതിനകത്ത് കുറെ കല്ലുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടുന്നോ മോഷ്ടിച്ചു വെച്ചതാണ്. ബിന്നിയുടെ ഒരു കല്ലിന്റെ സംഭവം കളഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നെവിൻ പറയുന്നത് ഈ എടുത്തത് സത്യത്തെ അത് അക്ബറിൻ്റെതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അക്ബറും അപ്പാനിയൊക്കെ ആയിട്ട് ഈ ആര്യനും ജിസയിലും ടീമൊക്കെ ഇപ്പോഴാണ് കൂട്ടുകൂടിയത്. അപ്പൊ അതിനു മുന്നേ എടുത്തു വെച്ച അക്ബറിന്റെ കല്ലാണ് ആയിരിക്കാം, ഒന്നും അറിയത്തില്ല. അതിനുശേഷം എന്തോ ഒരു തുണിക്കകത്ത്, ഒരു ടവലിനകത്ത് ഒരു കിറ്റ് അത് പൊതിഞ്ഞ് അനുമോളുടെ ബെഡിന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞതായിട്ട് കണ്ടതായിട്ട് നൂറ ആദിലെടുത്ത് പറഞ്ഞു കൊടുത്തു. കാരണം ഇവരതൊക്കെ എടുക്കുമ്പോൾ നൂറ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദില ഇത് അറിഞ്ഞിട്ട് ആദില പോയി നോക്കുമ്പോൾ ഇത് അനുമോളുടെ ആ ഒരു കിറ്റാണ്. അപ്പൊ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദില വന്ന് ജയിലിൽ കിടക്കുന്ന അനുമോളോട് ഈ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ രേണുസുതി അടുത്തുണ്ട്. അപ്പൊ അനുമോൾ ഇത് കേട്ടിട്ട് അനുമോൾ വീണ്ടും സ്ട്രെസ്ഡ് ആവുകയാണ്. പക്ഷെ ആദില വളരെയധികം കൂളായിട്ട് നീ ഇങ്ങനെ ചുമ്മാ പ്രൊവോക്ക് ആകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ശേഷം കുറേ സമയം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പിനകത്ത് ഈ അനുമോൾ ഒറ്റയ്ക്കിരുന്ന് കരയും. കാരണം ഓർത്തോർത്ത് കരയുന്നതാണ്. ശരിക്കും ഒരു വലിയൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് ഓർത്തോർത്ത് അത് തന്നെ ആ ഒരു സെയിം സംഭവം വെച്ച് തന്നെ കരയും. അതൊരു വീക്ക്നെസ് അല്ല, അതൊരു അവസ്ഥയാണ്. പക്ഷേ മാക്സിമം പിടിച്ചു നിൽക്കുക എന്നൊക്കെയുള്ളത് നമുക്കിങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളിടത്ത് മാത്രം കരയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അതൊക്കെ കേട്ടിട്ട് അനുമോളുടെ വിഷമങ്ങളൊക്കെ കുറച്ചൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേ സമയം വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതേ സമയം മറ്റൊരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ആ കിറ്റ് തിരിച്ചു കിട്ടിയല്ലോ അനുമോളുടെ, അതിനകത്ത് ഷവർ ജെല്ല്, അതായത് ബാത്ത് ജെൽ ഉണ്ടായിരുന്നു. അത് ശൈത്യ നോക്കിയപ്പോൾ ആ കുപ്പി ഒഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഓമാര് തിന്നോ എന്ന് ചോദിച്ചിട്ട് ശൈത്യ ഇത് ആദിലയോട് സംസാരിക്കുകയാളും വളരെ രഹസ്യമായിട്ടാണ് ഇവർ പറയുന്നത്. കാരണം ഇത് ഇതുവരെ അനുമോളെ അറിയിച്ചിട്ടില്ല. അനുമോൾ ജയിലിലാണ്, അപ്പൊ അനുമോളെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യം ഇത് പ്രശ്നമാകത്തില്ലേ എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പൊ അനുവിനോട് ഇപ്പൊ പറയണ്ട എന്നന്നേരം ആദില പറയുന്നുണ്ട്. സംഭവം ഒരു നിറയെ ഉണ്ടായിരുന്ന വലിയൊരു ഇതാണ്. പക്ഷെ അത് എടുക്കാൻ ശ്രമിച്ചിട്ട് എടുക്കാൻ വരുന്നില്ല. കാരണം ആ കുപ്പി കാലിയാണ്. ഇത്രയും ദ്രോഹം ചെയ്യുന്നതിനെ കുറിച്ചാണ് ശൈത്യയും ആദിലയും സംസാരിക്കുന്നത്. എന്തായാലും ഇത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. ഇനി അടുത്ത ഒരു അനുമോളെ ടോർച്ചർ ചെയ്ത മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ജയിലിൽ കിടക്കുന്ന അനീഷും അനുമോളും ഓൾറെഡി ജയിൽ പൂട്ടിപ്പോവാൻ നേരത്ത് അപ്പാനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ താക്കോൽ ഇത് കണ്ടോടാ, ഇത് ഞാൻ തരുത്തില്ലടാ, നീയൊക്കെ ഇവിടെ കിടക്കൂടാ എന്നൊക്കെ ആര്യൻ അന്നേരം ആ സമയത്ത് ആര്യൻ വളരെ ക്രൂവലായിട്ട് നീയൊക്കെ ഇവിടെ സാധിക്കും എന്ന് വരെ പറഞ്ഞിട്ടാണ് ആര്യൻ പോയത്. അത് അനീഷിനെയും അനുമോളെയും ഒരുപോലെ തന്നെ ആര്യന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് തന്നെയാണ് അത് പറയുന്നത്.
ആ ഒരു സിറ്റുവേഷനിൽ അനീഷും അനിമോളാണെങ്കിൽ ഉറക്കെ കിടന്ന് അനിമോൾക്ക് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് അപ്പാനി വന്ന് ആ ജയിൽ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ അനിമോൾ ആദ്യം പോയി, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അനിമോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അനീഷ് പോയപ്പോഴത്തേക്കും അനിമോളുടെ പാവക്കുട്ടി ആ ജയിലിനകത്തുണ്ടായിരുന്നു. ഇത് അപ്പാനി അകത്ത് കയറി അത് എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഒരു വലിച്ചെറിയല്. എന്നിട്ട് ആ ഒരുമാതിരി നമ്മൾ ഈ പട്ടികളെയൊക്കെ കളിപ്പിക്കുമല്ലോ, എല്ലെടുത്തെറിഞ്ഞിട്ട് ആ എല്ലെടുത്തോണ്ട് വാ എന്ന് പറയുന്ന കണക്ക് അതുപോലെ തോന്നി. അത്രയും ദ്രോഹവും ദുഷ്ടത്തരവുമാണ് അപ്പാനി ആ ചെയ്തത്. അത് അനിമോള് വളരെ സ്വീറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പാവക്കുട്ടി, അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അനിമോളെടുത്ത് പോയി എടുക്കെന്ന് പറഞ്ഞു വിട്ടിട്ട് അനിമോൾ അത് ഓടിപ്പോയി അത് എടുത്തിട്ട് തിരിച്ച് ജയിലിൽ കയറാതെ മാറിപ്പോയിരിക്കുകയാണ്. അനീഷേട്ടൻ വന്നിട്ട് ഇനി ഞാൻ ജയിലിൽ കയറത്തോള്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ പ്രതികരിക്കേണ്ട രീതിയാണ് ശരിക്കും അനിമോൾ ഇവിടെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. അത് അനിമോൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. അനിമോൾ കരഞ്ഞ് പ്രതികരിക്കുകയും അല്ലെങ്കിൽ ചില സമയത്ത് മാത്രം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും അനീഷ് വന്നിട്ടേ വരുത്തോളം എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് നമ്മുടെ അനിമോൾ മൈക്ക് മറന്നതുകൊണ്ട് വീണ്ടും മൈക്ക് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അതവിടെ കഴിയുന്നു. അനീഷും അനിമോളും കൂടെ പിന്നെ തിരിച്ച് ജയിലിനകത്ത് കയറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടോർച്ചർ അല്ലേ അനിമോൾക്ക്? അനിമോളിനെ ഇത്രത്തോളം ക്രൂരമായിട്ട് കോർണർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിന് മറ്റുള്ളവരുടെ ഒരു ന്യായം എന്ന് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും മറ്റിടത്തൊക്കെ പോയിരുന്ന് പുറപുറത്തും അനിമോള് ഇവരെയൊക്കെ മൊണ്ണകളെന്ന് വിളിച്ചതും അല്ലെങ്കിൽ ജിസേലിന്റെ ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ചതും ജിസേലിന്റെ പാവാടയുടെ നിക്കറിന്റെ വള്ളികൾ മാത്രമാണ് ഇവരൊക്കെ എന്ന് പറയുന്നതും ഒക്കെ തന്നെയാണ് പ്രശ്നം. അതിപ്പോ അനിമോള് മാത്രമല്ല, അനിമോളുടെ കൂടെ ശൈത്യയും ആദിലയും നൂറയും എല്ലാവരും ഉണ്ട്. അവരൊക്കെ അത് ആ ഒരു സെൻസിൽ തന്നെ അത് എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അവിടെ സംഭവിക്കുന്നതും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു സ്ലട്ട് ഷെയ്മിങ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ബിഗ് ബോസിനകത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ജിസേൽ ഇവരെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അനിമോള് അവിടുത്തെ ഒരു വില്ലത്തിയായി മാറുകയാണ്. പക്ഷെ ബിഗ് ബോസിന് പുറത്ത് അത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ശരി, അനിമോളുടെ ഇപ്പൊ ഈ സംഭവിച്ചിട്ടുള്ള ഒരു കിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം, അനിമോളെ കുത്തി പറഞ്ഞിട്ടുള്ള കാര്യം, അക്ബറിന്റെ പാട്ട്, റെനയുടെ ചീത്തവിളി, റെനയൊക്കെ അങ്ങേയറ്റം നെഗറ്റീവായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെനയും ജിസേലും കൂടെ അനിമോളും അനീഷും കൂടെ ആ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഉറക്കെ അനിമോൾ കേൾക്കാൻ വേണ്ടി തന്നെ കുറേ കാര്യങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരാ നടന്നിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അതായത് ആ അനിമോളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അനിമോളെ നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ആഴ്ച ലാലേട്ടൻ വരുത്തില്ല എന്നാണ് പറയുന്നത്. ബട്ട് എന്തായാലും ലാലേട്ടൻ്റെ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും. എലിമിനേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ കാര്യത്തിൽ നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉണ്ടാകില്ല എന്നൊക്കെ പറയാനേ കഴിയത്തുള്ളൂ. പക്ഷേ അനിമോളുടെ ഈ കാര്യം സംസാരിച്ചേ മതിയാവൂ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പോകെ ആ ഒരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗേളിനെ ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ലോക്കൽ സ്ലാങ്ങിൽ പറയുന്നതാണ്. ശരിയാണ്, 30 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ആ ഒരു സ്ത്രീയുടെ ഒരവസ്ഥ ബിഗ് ബോസ് ഹൗസിൽ എത്രത്തോളം സേഫ് ആണ്, സേവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുകൂടി ചിന്തിക്കണം. ഇതൊക്കെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടൊക്കെ കണക്കാക്കേണ്ടി വരും. കാരണം അപ്പാനിയൊക്കെ ചെയ്യുന്നത് അത്രയും ക്രൂവലാണ്. ആര്യന് പിന്നെ എന്തോ കിളി പോയി, ഇനി ഒരു കിളിയും തലയിലില്ലാത്ത അവസ്ഥയിലാണ് ആര്യൻ്റെ ഒരു ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇത് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള അനിമോളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ്. ഇതിൽ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ഞാൻ കണ്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.